ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ചരിത്ര വിചാരം ക്ലാസ് തുടരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാദം 34-ാമത്തെ പാദമാണ്. 32-ാമത്തെ ക്ലാസ്സും. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം നടത്തിയ വർത്തമാന പുസ്തകത്തിലെ പേജ് നമ്പർ 189 മുതൽ 193 വരെയുള്ള പേജുകളിലാണ് ഈ 34-ാം പാദം കാണുന്നത്. സമയം കിട്ടുമ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ ആ പാഠവും കൂടി വായിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈശോയെ, നിൻ്റെ സ്നേഹത്തിനും കരുതലിനും പഠന പരമ്പരയോട് കാണിക്കുന്ന പ്രത്യേകമായ കരുതലിനും ഈശോയെ നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങളുടെ ക്ലാസ്സുകൾ മനോഹരമായി ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. ഈശോയെ, നിൻ്റെ കരുതലൊന്നുകൊണ്ട് മാത്രമാണ് ഈ പഠനത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുവാനായി ഞങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ സഭയുടെ ഓരോ പശ്ചാത്തലങ്ങളും അതിൻ്റെ ചരിത്രവും ഞങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ സ്നേഹം സഭയോട് തോന്നുവാനും കൂടുതൽ തീഷ്ണതയോടെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ഈശോയെ, നിൻ്റെ സ്നേഹം ഞങ്ങളുടെ മേൽ സമൃദ്ധമായി ചൊരിയണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പാടുപെടുകളുടെ യോഗ്യതയും ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, നീ നൽകാതെ ഞങ്ങൾക്കൊന്നും സ്വീകരിക്കാനായി സാധിക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ മാതാവേ, മാറിയോസേ പിതാവേ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, കവൽമാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നു. 34-ാം പാദം, പേജ് നമ്പർ 189 മുതൽ 193 വരെ. മലയാളത്തിലെ പ്രഥമ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിലെ 34-ാം പാദത്തിൽ പോർച്ചുഗൽ രാജ്ഞിക്ക് സമർപ്പിച്ച 6 അപേക്ഷകൾക്ക് പിന്നിലെ ചരിത്രവും സാമൂഹികപരവുമായ കാര്യങ്ങളാണ് പാറേമാക്കൽ തോമക്കത്തന വിവരിക്കുന്നത്. ഈ അപേക്ഷകളുടെ പശ്ചാത്തലവും കാരണങ്ങളും ഒരു 5 ആശയങ്ങളിലായിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. 1. സഭയിലെ അനൈക്യവും സാത്താൻ്റെ ഇടപെടലും. തോമാശ്ലീഹായുടെ കാലം മുതൽ 1000-ലധികം വർഷം മലങ്കര നസ്രാണികൾ ഐക്യത്തിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്നു. എന്നാൽ പിൽക്കാലത്ത് സത്യവിശ്വാസമാകുന്ന ഗോതമ്പിനിടയിൽ കളകൾ വിതയ്ക്കപ്പെട്ടതുപോലെ ഭിന്നതകളുണ്ടായി. ഇടയനും ആടുകളും തമ്മിൽ കലഹിച്ചതോടെ വിശ്വാസികൾ കൊടുങ്ങല്ലൂർ, വരാപ്പുഴ എന്നീ 2 പക്ഷങ്ങളായി വിഭജിക്കപ്പെട്ടു. ഈ ഭിന്നത പരിഹരിക്കാനാണ് കരിയാറ്റിൽ മൽപ്പാനും പാറേമാക്കൽ കത്തനാരും യൂറോപ്പിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അവരുടെ യാത്രയുടെ ഉദ്ദേശം അതായിരുന്നു. 2-ാമത്തെ ആശയം ഇതാണ്: മെത്രാപ്പോലീത്ത സ്ഥാനത്തിനായിട്ടുള്ള പോരാട്ടം. കർമ്മലീത്ത പാതിരിമാർ നസ്രാണികളുടെ സഭാപരമായ അന്തസ്സും സ്വയംഭരണ അധികാരവും തകർക്കാൻ ശ്രമിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്ത സ്ഥാനമില്ലാതാക്കി നസ്രാണികളെ പൂർണ്ണമായും തങ്ങളുടെ കീഴിലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ അപമാനം ഒഴിവാക്കാനും സഭയുടെ പുരാതനമായ സ്തുതി നിലനിർത്താനുമാണ് ഒരു പോർത്തുഗീസുകാരനെയെങ്കിലും മെത്രാപ്പോലീത്തയായി നിയമിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടത്. 3-ാമത്തെ ആശയം ഇതാണ്: തദ്ദേശീയമായ നേതൃത്വം. സഭയിൽ ഐക്യമില്ലാതാക്കാൻ പരിശ്രമിക്കുന്നതിൻ്റെ അവരുടെ ലക്ഷ്യവും അങ്ങനെ ആ ലക്ഷ്യത്തിനോട് ചേർന്ന് നിന്ന് സഭയിൽ ഐക്യമില്ലാതാകാനുള്ള പ്രധാന കാരണവും ഈ ഭാഗത്ത് പറയുന്നതാണ്:
തദ്ദേശീയനായൊരു തലവൻ, ജാതിക്കു തലവൻ ഇല്ലാത്തതാണ് എന്ന് അപേക്ഷയിൽ നിരീക്ഷിക്കുകയാണ്. അത് അപേക്ഷ നൽകിയിരിക്കുന്നതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, സഭയിൽ ഐക്യമില്ലാതെ ആകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരു തദ്ദേശീയനായൊരു തലവൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. വിദേശികളായ മെത്രാന്മാർ പലപ്പോഴും നസ്രാണികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനാൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു വികാരി ജനറൽ അർക്കദിയാക്കോൻ ഉണ്ടായെങ്കിലേ സഭയുടെ അന്തസ്സ് നിലനിൽക്കൂ എന്നവർ വാദിച്ചു. നാലാമത്തെ ആശയം വിദ്യാഭ്യാസവും സാമ്പത്തിക ഭദ്രതയും. സഭയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മാതാവ് അറിവില്ലായ്മയാണെന്ന് കത്തനാർ വ്യക്തമാക്കുന്നു. ഇത് പരിഹരിക്കാൻ ഒരു സെമിനാരി പുനഃസ്ഥാപിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ദാരിദ്ര്യം മൂലം വൈദികർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ മുമ്പുണ്ടായിരുന്ന മാസപ്പടി പുനഃസ്ഥാപിക്കേണ്ടത് സഭയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിരുന്നുവെന്ന് അവർ സൂചിപ്പിക്കുകയാണ്. ഇവിടെ പ്രധാനമായി പറയുന്ന ഒരു കാര്യം നമുക്കും ചിന്തിക്കാവുന്ന കാര്യമാണ്. സഭയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും മാതാവ് അറിവില്ലായ്മയാണ് എന്ന് കത്തനാർ വ്യക്തമാക്കുന്നത് പോലെ നമ്മളും ഇന്നത്തെ സഭയുടെ ചില ചരിത്രങ്ങളും അല്ല ചില പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോഴും നമുക്കും വസ്തുനിഷ്ഠമായി തോമാ കത്തനാർ പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറയാനായിട്ട് സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന മനോഹരമായൊരു വാക്യം വളരെ വ്യക്തമായി നമുക്ക് ഇന്ന് നമ്മുടെ സഭയിൽ കാണാനായിട്ട് സാധിക്കും. കാരണം എല്ലാ പ്രശ്നങ്ങളുടെ കാരണം അറിവില്ലായ്മയാണ്. ഇന്ന് നടക്കുന്ന എല്ലാത്തിനെക്കുറിച്ചുള്ള കാര്യം അത് കൃത്യമായ അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് സെമിനാരി കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ വന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ സഭയിൽ കാണുന്നത് എന്ന് ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കി തിരുത്തേണ്ടതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് സഭയുടെ കാര്യങ്ങൾ പഠിച്ചിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളും നമ്മൾ നൽകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അപ്പം അതുകൊണ്ട് അറിവില്ലായ്മ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് തോമാ കത്തനാർ പറഞ്ഞതുപോലെ നമുക്കും ആ ഒരു ചിന്തയിൽ മുന്നോട്ടായിരിക്കാം. അപ്പോൾ അഞ്ചാമത്തെ ആശയം ഇതാണ്, മാർത്തോമ മെത്രാൻ്റെ പുനരൈക്യം. നിരണത്തെ മാർത്തോമ മെത്രാൻ കത്തോലിക്ക സഭയുമായി ചേരാൻ ആഗ്രഹിച്ചപ്പോൾ കർമ്മലിത്വക്കാർ അതിനെ എതിർത്തു. റോമിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പോർത്തുഗൽ വഴി സമ്മർദ്ദം ചെലുത്തി ഈ ഐക്യം സാധ്യമാക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് ആറാമത്തെ അപേക്ഷയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത്. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ കൂടുതൽ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. സഭയുടെ ചരിത്രങ്ങളുടെ ഓരോ തലത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് എന്ന കാര്യം കൂടി ഓർക്കുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കുണ്ടാവണമെങ്കിലേ ഇതിൻ്റെ യഥാർത്ഥ പൊരുളും ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പഴയ കാലങ്ങളിൽ സഭയിൽ ഇങ്ങനെയായിരുന്നു, ഇന്നും അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് സഭയെ ചാട്ടവാറുകൊണ്ട് സഭയെ തന്നെ തല്ലുവാനായിട്ട് ഒരുപക്ഷെ നമ്മൾ പരിശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചരിത്ര പഠനം മുന്നോട്ട് പോകുമ്പോഴും വളരെ പ്രാർത്ഥനാപൂർവമായിരിക്കണം ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം തോമാ കത്തനാരും കരിയാറ്റിൽ മൽപ്പാനുമൊക്കെ സഭയുടെ മലങ്കര സഭയുടെ നന്മയ്ക്കു വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു, എത്രമാത്രം വേദനകളിലൂടെ കടന്നുപോയി, എത്രമാത്രം എതിർപ്പുകളുണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സഭയെ ഇന്നുള്ള ആധുനിക തലത്തിലുള്ള എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് തമ്പുരാൻ്റെ കൃപയിൽ മുന്നോട്ട് പോകാനും സഭയ്ക്കോടൊപ്പം സഭയുടെ സംവിധാനങ്ങളോടൊപ്പം നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാര്യം മറന്നു പോകരുത്, അത് നമ്മുടെ ഒരു പഠനത്തിൻ്റെ ഭാഗവും കൂടിയാണല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് സമാപിക്കുകയാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മലങ്കര നസ്രാണികൾ എത്ര കാലത്തോളം ഐക്യത്തിൽ കഴിഞ്ഞുവെന്നാണ് കത്തനാർ പറയുന്നത്? 1000-ലധികം വർഷങ്ങൾ. സഭയിലെ ഭിന്നതയെ വിശദീകരിക്കാൻ കത്തനാർ ഉപയോഗിച്ച ബൈബിൾ ഉപമ എന്താണ്?
ഗോതമ്പും കളയും. അപേക്ഷകർ യൂറോപ്പിലേക്ക് പോയത് ആരുടെയൊക്കെ പ്രതിനിധികളായിട്ടാണ്? കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തായുടെ കീഴിലുള്ളവരുടെയും വരാപ്പുഴ മെത്രാനെ അനുകൂലിച്ചവരുടെയും പ്രതിനിധികളായി. നമ്മുടെ ഇടയിലുള്ള കലക്കമൊക്കെയുടെയും മാതാവെന്ന് കത്തനാർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അറിവില്ലായ്മയെ. ഒന്നാമത്തെ അപേക്ഷയിൽ രാജ്ഞിയോട് എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? ആത്മീയ കാര്യങ്ങളിൽ രാജ്ഞിയെ അനുസരിക്കാൻ ഒരുക്കമാണെന്നറിയിക്കാനും സന്ദർശകരെ അയക്കാനും. കർമ്മലിത്ത പാതിരിമാർ കൊടുങ്ങല്ലൂർ മെത്രാപ്പൊലീത്ത സ്ഥാനത്തെക്കുറിച്ച് എന്തു നിലപാടാണ് എടുത്തത്? ആ സ്ഥാനം എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. മെത്രാപ്പൊലീത്തയായി ഒരു പറങ്കിയെ അല്ലെങ്കിൽ പോർത്തുഗീസുകാരനെ തന്നെ വേണമെന്നാവശ്യപ്പെടാൻ കാരണമെന്ത്? കത്താനോസ് പാതിരി ആ സ്ഥാനത്തേക്ക് തൻ്റെ ജാതിക്കാരനായ ഒരു കന്നഡിക്കാരനെ നിയമിക്കാൻ ശ്രമിച്ചതുകൊണ്ട്. സഭയുടെ ഐക്യമില്ലായ്മയ്ക്ക് കാരണമായി അപേക്ഷകൻ കാണുന്നത് എന്താണ്? സ്വന്തം ജാതിയിൽപ്പെട്ട ഒരു തലവൻ ഇല്ലാത്തത്. വികാരിമാർക്ക് മാസുപടി ആവശ്യപ്പെട്ടതിൻ്റെ സാഹചര്യം എന്തായിരുന്നു? മലങ്കരയിലെ വൈദികർ അനുഭവിച്ചിരുന്ന കടുത്ത ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും. അറിവില്ലായ്മ പരിഹരിക്കാൻ കത്തനാർ നിർദ്ദേശിച്ച മാർഗമെന്ത്? സെമിനാരി പുനഃസ്ഥാപിക്കുക. മാർത്തോമ മെത്രാൻ്റെ കാര്യത്തിൽ പോർത്തുഗലിൻ്റെ സഹായം തേടിയത് എന്തുകൊണ്ട്? റോമിൽ നിന്നും നിസ്സഹരണമുണ്ടായാൽ അത് പരിഹരിക്കാൻ പോർത്തുഗലിന് കഴിയുമെന്നതുകൊണ്ട്. അപേക്ഷകൾ സമർപ്പിച്ചത് ഏതെങ്കിലും വ്യക്തിപരമായ ലാഭത്തിനാണോ? അല്ല, മലങ്കര ഇടവകയുടെയും നസ്രാണി സമൂഹത്തിൻ്റെയും പൊതുനന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടിയായിരുന്നു.